ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനന്തർ വ്ളോഗ്. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ലൊക്കേഷനിലേക്കാണ് വന്നിട്ടുള്ളത്. കടലില്ലാത്ത വയനാട്ടിൽ ഒരു അടിപൊളി അക്കോ ടണൽ എന്ന് പറഞ്ഞ ലൊക്കേഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസിലാണ് ഇത് വന്നിട്ടുള്ളത്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ഒരു അക്കോ ടണൽ എക്സ്പോ ആണ് ഇവർ നൽകിയിട്ടുള്ളത്. നേരെ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. വയനാട് ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ തുടങ്ങിയിട്ടുള്ളത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മത്സ്യകന്യകയാണ്. 500 മീറ്ററോളം നീളം വരുന്ന ഈ ഒരു പോർട്ടബിൾ അക്വേറിയത്തിൽ ധാരാളം കളർഫുൾ മീനുകളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടെ ഓപ്പണിംഗ് ടൈം വന്നിട്ടുള്ളത്. അതിമനോഹരമായ രീതിയിലാണ് ഇവരിവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ വന്നിട്ട് ഇപ്പോൾ ഇത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ധാരാളം മീനുകളാണ് ഈ ഒരു സംഭവത്തിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിമനോഹരമായ രീതിയിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും കഴിയും. നേരെ പുറത്തേക്ക് ഇത് ഇറങ്ങിയിട്ടുണ്ട്. മത്സ്യകന്യകയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഈ ഒരു ഷോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒറിജിനൽ ജീവനുള്ള 2 മത്സ്യകന്യകയാണ് നമുക്കിവിടെ കാണുന്നത്. ഒരുപാട് രീതിയിൽ എല്ലാവരെയും ഇതാ പല രീതിയിലും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 2 മത്സ്യകന്യന്മാരെ. കൂടാതെ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വലിയൊരു നിര തന്നെ സ്റ്റാളിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിൽ ഇവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ധാരാളം ആളുകളും ഇപ്പം നിലവിൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഹൊറർ ഹൗസും കൂടി വന്നിട്ടുണ്ട്. കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു അടിപൊളി ഫുഡ് കോർട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫുഡുകളും നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പറ്റും. പുറത്തേക്ക് ഇറങ്ങിയ ടൈമിൽ നല്ല മഴയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ പ്ലേ സ്റ്റേഷനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ യന്ത്രഊഞ്ഞാല്, തോണി, അതേപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസും നിറഞ്ഞ ഒരു അടിപൊളി ലൊക്കേഷനാണ് നിലവിൽ നമ്മളെ വയനാട്ടിൽ വന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് ചെടികളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയും ഒരു അടിപൊളി ഏരിയയും കണ്ട് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അറിയാത്തവരോടെ വന്നിട്ട് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.